ഹാവിന് മെയിൻലി രണ്ട് യൂസാണ് ഉള്ളത്. നമ്മളത് ഓക്സിലറി വെർബായി യൂസ് ചെയ്യും. പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹാവ് ഓക്സിലറിയായി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഹാവിന് ശേഷം മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ആണ് ഉണ്ടാവുക. ഹാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫാമിലിയിൽ 3 വെർബ്സ് ഉണ്ട്. അതിന്റെ ബേസിക് ഫോം ആണ് ഹാവ്. ഹാസും ഹാഡും ആണ് മറ്റു വെർബ്സ്. ഹാഡ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഹാവ് നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാം. മെയിൻ വെർബായി ഹാവ് അല്ലെങ്കിൽ ഹാസോ ഹാഡോ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ ആ സെന്റൻസിൽ മറ്റു വേർബ്സ് ഒന്നും തന്നെ കാണില്ല. ഇങ്ങനെ വരുമ്പോൾ ഹാവിനർത്ഥം ഉണ്ട് എന്നാണ്. ഹാവിനും ഹാസിനും അർത്ഥം ഉണ്ട് എന്നാണ്. ഹാഡിനർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ളത് എന്ന് കൂടി പറയണം. അതിന്റെ ആൻസർ എല്ലായ്പ്പോഴും ഒരു നൗണോ ഒരു പ്രൊനൗണോ ആയിരിക്കും. മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്നത് ഒരു നൗണോ ഒരു പ്രൊനൗണോ ആയിരിക്കും. ഓക്സിലറി വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനുശേഷം വരുന്നത് മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഹാവിന്റെ എല്ലാ യൂസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാവുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ മലയാളത്തിൽ നിന്ന് കുറച്ച് സെന്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അതൊന്ന് ബ്രീഫ്ലി നോക്കാം. എത്ര കാലമായി നിനക്ക് അവനെ അറിയാം? എത്ര കാലമായി എന്ന് ചോദിക്കാൻ ഹൗ ലോങ് ഉപയോഗിക്കാം. നിനക്ക് അവനെ അറിയാം. നമ്മളിവിടെ സംസാരിക്കുന്നത് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങി പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്, ഒരു അവസ്ഥയെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു സിറ്റുവേഷൻ. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതൊരു സിറ്റുവേഷൻ ആണ്, ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം അറിയാമല്ലോ, ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാവ് ആണ്. ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം? എത്ര കാലമായി നിനക്ക് അവനെ അറിയാം? ഫോർ ഹൗ ലോങ് എന്ന് ചോദിക്കേണ്ട, ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ മതി. ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം? ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നിനക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടോ? ഉണ്ടോ എന്ന് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. നമുക്ക് ആ സെന്റൻസ് ഹാവ് ഉപയോഗിച്ച് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഡു ഉപയോഗിച്ചും തുടങ്ങാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ഡു യു ഹാവ് എനി ഹോബീസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എനി ഹോബീസ് എന്ന് ചോദിക്കാം. എനി ഹോബി എന്ന് പറയുന്നതിലും നല്ലത് എനി ഹോബീസ് എന്ന് പറയുന്നതാണ്. എനി എന്ന ഡിറ്റർമിനറിന് ശേഷം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പ്ലൂരൽ നൗൺസ് ആണ്. സിംഗുലർ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ ഒരു പ്ലൂരൽ നൗൺ പോസിബിൾ ആവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതാണ് പ്രിഫർ ചെയ്യുക. ഡു യു ഹാവ് എനി ഹോബീസ് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എനി ഹോബീസ്. ഹാവ് യു എനി ഹോബീസ് എന്ന് ചോദിക്കുന്നത് അൺയൂഷ്വൽ ആണ്. ഹാവ് ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നതെങ്കിൽ പിന്നെ സബ്ജക്റ്റിന് ശേഷം ഗോട്ട് ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുക. ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, അല്ലെങ്കിൽ ആര് ചെയ്തു, ഇതെല്ലാം പറയാൻ എപ്പോഴും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? ഡിഡിന് ശേഷം പിന്നെ ഹാപ്പൻഡ് എന്ന് ചോദിക്കരുത്. ഡിഡിന് ശേഷം വെർബിന്റെ V2 യൂസ് ചെയ്യരുത്. ഡൂവിനും ഡസിനും ഡിഡിനും ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? അവൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമോ? ഡു യു നോ? അവൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഇപ്പോൾ, നൗ അല്ലെങ്കിൽ ദീസ് ഡേയ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ്. ഡു യു നോ? നിനക്കറിയാമോ? വാട്ട് ഈസ് ഷീ ഡൂയിങ്? നമ്മളിതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെന്റൻസിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന്റെ വേർഡ് ഓർഡർ നമ്മൾ മാറ്റും. പിന്നെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി മാറും. അതായത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സാധാരണ സെന്റൻസിന്റെ വേർഡ് ഓർഡർ ആണ്. സബ്ജക്റ്റ് ആദ്യം, പിന്നെ വെർബ്. ഡു യു നോ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ? വാട്ട് ഈസ് ഷീ ഡൂയിങ് അല്ല, വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ. നൗ എന്നതിന് പകരം നമുക്ക് ദീസ് ഡേയ്സ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഡു യു നോ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ? ഞാൻ തിരിച്ചു വരുമ്പോഴും നീ ഇവിടെ ഉണ്ടാവുമോ? നീ ഇവിടെ ഉണ്ടാവുമോ? വിൽ യു ബി ഹിയർ? തിരിച്ചു വരുമ്പോഴും എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്കിവിടെ സ്റ്റിൽ എന്ന അഡ്വർബ് കൂടി ആഡ് ചെയ്യാം. വിൽ യു സ്റ്റിൽ ബി ഹിയർ? ഞാൻ തിരിച്ചു വരുമ്പോൾ, വെൻ ഐ ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ വെൻ ഐ റിട്ടേൺ. ഇവിടെ വെൻ എന്ന ആ ഒരു കൺജങ്ഷന് പകരം നമുക്ക് ബൈ ദ ടൈം എന്ന എക്സ്പ്രഷനും യൂസ് ചെയ്യാം. വിൽ യു സ്റ്റിൽ ബി ഹിയർ ബൈ ദ ടൈം ഐ ഗെറ്റ് ബാക്ക് അല്ലെങ്കിൽ ബൈ ദ ടൈം ഐ റിട്ടേൺ. ഇനി നമുക്ക് ഇന്നത്തെ ലെസൺ തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഹാവ് മെയിൻ വെർബായി യൂസ് ചെയ്യുമ്പോൾ അതിനർത്ഥം ഉണ്ട് എന്നാണ്. നമ്മുടെ പൊസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അങ്ങനെ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെ കുറിച്ചെല്ലാം പറയാനായി നമുക്ക് ഈ വെർബ് യൂസ് ചെയ്യാം. സബ്ജക്ട് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ ഹാവിന് പകരം ഹാസ് ആണ് യൂസ് ചെയ്യുക. സബ്ജക്ട് പ്ലൂറൽ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഐയോ യുവോ ആവുന്ന സമയത്ത് നമ്മൾ ഹാവ് ഉപയോഗിക്കും. എനിക്ക് ഒരു മകളുണ്ട്, ഐ ഹാവ് എ ഡോട്ടർ. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഹാവിന് പകരം നമുക്ക് ഹാവ് ഗോട്ട് എന്ന വെർബ് യൂസ് ചെയ്യാം. ഐ ഹാവ് ഗോട്ട് എ ഡോട്ടർ. ഇതാണ് കൂടുതൽ കോമൺ ആയി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്.
ഐ ഹാവ് എ ഡോട്ടർ എന്ന് പറയുന്നത് തെറ്റല്ല, അത് പെർഫെക്റ്റ്ലി കറക്റ്റ് ആണ്. പക്ഷേ നോർമലി ഇംഗ്ലീഷിൽ അവർ യൂസ് ചെയ്യുന്നത് ഐ ഹാവ് ഗോട്ട് എ ഡോട്ടർ എന്ന എക്സ്പ്രഷൻ ആണ്. ഈ ലോങ് ഫോം ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നിനക്കൊരു മകളുണ്ടോ? നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെക്കും അല്ലെ. ഈ സെന്റൻസ് ഐ ഹാവ് എ ഡോട്ടർ, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഇവിടെ ഹാവ് ആണ് മെയിൻ വെർബ്. ഇങ്ങനെ ഹാവ് മെയിൻ വെർബായി വരുന്ന സെന്റൻസസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാവിന് ശേഷം മറ്റൊരു വെർബിന്റെ V3 വരുമ്പോഴാണ് ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലായി മാറുന്നത്. ഈ സെന്റൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റിയാൽ പോരാ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ അത്രയും ചെയ്താൽ മതി. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി വെർബാണ്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം ഹാവ് യു എ ഡോട്ടർ അല്ല, ഡു യു ഹാവ് എ ഡോട്ടർ ആണ്. ഇനി ഇല്ല എന്നാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡോണ്ട് ഹാവ് എന്ന വെർബാണ്. ഐ ഹാവിന്റെ ഡോട്ടർ എന്നല്ല നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ പറയുക, ഐ ഡോണ്ട് ഹാവ് എ ഡോട്ടർ എന്നാണ്. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഹാവ് ഉപയോഗിച്ചും തുടങ്ങാം. ഇനി ഈ സെന്റൻസ് നോക്കൂ, ഐ ഹാവ് ഗോട്ട് എ ഡോട്ടർ. നമ്മൾ ഈ ലെസന്റെ ആദ്യം പറഞ്ഞിരുന്നു ഐ ഹാവ് എ ഡോട്ടർ എന്നും നമുക്ക് പറയാം, ഐ ഹാവ് ഗോട്ട് എ ഡോട്ടർ എന്നും പറയാമെന്ന്. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ്, പക്ഷെ ഇത് കാണുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലാണെന്ന് തോന്നും. ഇവിടെ ഹാവിന് ശേഷം മറ്റൊരു വെർബിന്റെ ഗെറ്റ് എന്ന വെർബിന്റെ V3 വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഗെറ്റിന്റെ V3 ഗോട്ട് തന്നെയാണ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഗോട്ടൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഈ എക്സ്പ്രഷനിൽ നമ്മൾ ഗോട്ടൻ യൂസ് ചെയ്യില്ല, ഐ ഹാവ് ഗോട്ട് തന്നെ പറയാം. ഹാവിന് ശേഷം ഗോട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. നമുക്കപ്പോൾ അത് ഇങ്ങനെയും ചോദിക്കാം, ഹാവ് യു ഗോട്ട് എ ഡോട്ടർ. ഡു യു ഹാവ് എ ഡോട്ടർ എന്ന് ചോദിച്ചാലും ഹാവ് യു ഗോട്ട് എ ഡോട്ടർ എന്ന് ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. നിനക്ക് ഇടയ്ക്കിടെ തലവേദന വരാറുണ്ടോ? ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു ഉപയോഗിച്ച് തുടങ്ങാം, ഹാവ് ഉപയോഗിച്ചും തുടങ്ങാം എന്നാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടത്. ഇവിടെയോ നിനക്ക് ഇടയ്ക്കിടെ തലവേദന വരാറുണ്ടോ? നിനക്ക് തലവേദന ഉണ്ടോ എന്നല്ല ചോദ്യം, ഇടയ്ക്കിടെ തലവേദന വരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ആയ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഹാവ് ഗോട്ട് ഉപയോഗിക്കരുത്. ഈ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഡു തന്നെ ഉപയോഗിക്കണം. ഡു യു ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്? ഹാവ് യു ഓഫൺ ഗോട്ട് ഹെഡ് ഏക്സ് അല്ല, ഡു യു ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്. ഇത് റിപ്പീറ്റഡ് ആയ ഒരു കാര്യമാണ്. ഇടയ്ക്കിടെ വരാറുണ്ടോ, അതായത് ഇവിടെ നമ്മൾ ഓഫൺ എന്ന ഒരു അഡ്വർബ് കൂടി സെന്റൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രീക്വൻസി അഡ്വേർബ്സ് വരുന്ന സെന്റൻസസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു ഉപയോഗിക്കണം, ഹാവ് ഉപയോഗിച്ചാൽ പോരാ. ഹാവ് ഗോട്ട് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഡു യു ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്? ഹാവ് യു ഓഫൺ ഗോട്ട് ഹെഡ് ഏക്സ് അല്ല, ഡു ഉപയോഗിച്ച് തന്നെ ഈ ചോദ്യം തുടങ്ങാം. എനിക്ക് കൂടെ കൂടെ അല്ലെങ്കിൽ ഇടയ്ക്കിടെ തലവേദന വരാറുണ്ട്. I often have headaches. I have often got headaches അല്ല, I often have headaches. ഇത് റിപ്പീറ്റേറ്റീവ് ആയ ഒരു കാര്യമാണ്, ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ ഹാവ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ, ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. I often have headaches. ഓഫൺ എന്ന അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക, അത് ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് വരിക. ഇവിടെ നമ്മളത് ഹാവിന് മുന്നിലാണ് ഉപയോഗിച്ചത്, കാരണം ഈ സെന്റൻസിലെ ഹാവ് ആണ് മെയിൻ വെർബ്. ഐ ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്. ഇവിടെ ഐ ഓഫൺ ഹാവ് ഗോട്ട് എന്നോ ഐ ഹാവ് ഓഫൺ ഗോട്ട് എന്നോ പറയരുത്. റിപ്പീറ്റേറ്റീവായ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സാൻഡ്വിച്ച് ആണ് കഴിക്കാറ്. ചിലപ്പോൾ സംടൈംസ് ഞാൻ ഒരു സാൻഡ്വിച്ച് ആണ് കഴിക്കാറ്. സംടൈംസ് ഐ ഹാവ് എ സാൻഡ്വിച്ച് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറയുമ്പോൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ ഇംഗ്ലീഷിൽ ഈറ്റ് എന്ന വെർബിനേക്കാൾ അധികം ഉപയോഗിക്കുന്നത് ഹാവ് എന്ന വെർബാണ്. സംടൈംസ് ഐ ഹാവ് എ സാൻഡ്വിച്ച് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെയും നമുക്ക് ഹാവിന് പകരം ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. സംടൈംസ് ഒരു ഫ്രീക്വൻസി അഡ്വർബാണ്. ഇങ്ങനെ ആ സെന്റൻസിനകത്ത് എപ്പോഴെല്ലാം ഒരു കാര്യം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതാണ് ഫ്രീക്വൻസി അഡ്വേർബ്സ്. ഓഫൺ, സംടൈംസ്, ഓൾവേസ്, റയർലി, ഫ്രീക്വന്റ്ലി, ഒക്കേഷണലി, ഇതെല്ലാം ഫ്രീക്വൻസി അഡ്വേർബ്സ് ആണ്. അപ്പൊ ഇതുപോലത്തെ ഫ്രീക്വൻസി അഡ്വേർബ്സ് ഒരു സെന്റൻസിൽ വരുമ്പോൾ പിന്നെ ആ സെന്റൻസിൽ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട് എന്നെല്ലാം പറയാൻ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്, ഹാവ് ഗോട്ട് അല്ല. സംടൈംസ് ഐ ഹാവ് എ സാൻഡ്വിച്ച് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സാൻഡ്വിച്ച് ആണ് കഴിക്കാറുള്ളത്. എന്റെ പക്കൽ കുറച്ച് സാൻഡ്വിച്ചസ് ഉണ്ട്. ഫ്രീക്വൻസി അഡ്വേർബ്സ് ഒന്നും ഇവിടെ വരുന്നില്ല. റിപ്പീറ്റേറ്റീവ് ആയ ഒരു സ്റ്റേറ്റിനെ കുറിച്ചോ ആക്ഷനെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഹാവിന് പകരം ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. ആക്ച്വലി ഹാവ് ഗോട്ട് ആണ് കൂടുതൽ കോമൺ. ഐ ഹാവ് ഗോട്ട് സം സാൻഡ്വിച്ചസ് അല്ലെങ്കിൽ ഐ ഹാവ് സം സാൻഡ്വിച്ചസ്. നിനക്ക് ഒരെണ്ണം വേണോ? വുഡ് യു ലൈക്ക് വൺ? ഇവിടെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം, ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒത്തിരി എക്സ്പ്രഷൻസിൽ ഹാവ് ഇങ്ങനെ വരാറുണ്ട്. പലതും എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അനുഭവത്തിനെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളായിരിക്കും. ഇതിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കുടിക്കാം.
ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. നമുക്ക് ഡിന്നർ കഴിക്കാം. ലെറ്റ്സ് ഹാവ് ഡിന്നർ. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഹാവ് ഡിന്നർ, ലെറ്റ്സ് ഹാവ് എ ഡിന്നർ എന്നോ ലെറ്റ്സ് ഹാവ് ദ ഡിന്നർ എന്നോ പറയരുത്. ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. നമുക്ക് എന്തെങ്കിലും കുടിക്കാം, ചായയോ കാപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്, അവിടെ എ ഉണ്ട്. ലെറ്റ്സ് ഹാവ് ഡ്രിങ്ക് അല്ല, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഹാവ് ഉപയോഗിച്ചാണ് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ നോർമലി ടേക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. ഞാൻ കുളിക്കാൻ പോവുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു എന്ന് വെച്ചാണ്. ഐ എം ഗോയിങ് ടു ഹാവ് എ ഷവർ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഹാവ് എ വാഷ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. ഇതെല്ലാം നമുക്ക് പറയാം. കുളിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാവുന്ന എക്സ്പ്രഷൻസ് ആണ് ഹാവ് എ ഷവർ, ഹാവ് എ വാഷ്, ഹാവ് എ ബാത്ത്. ഇതെല്ലാം ഇവിടെയും ഹാവിന് ശേഷം എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ഐ എം ഗോയിങ് ടു ഹാവ് ഷവർ എന്നല്ല പറയുന്നത്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഷവർ എന്നാണ് പറയുന്നത്. നിനക്ക് ക്ഷീണം തോന്നുന്നുവെങ്കിൽ ഇത്തിരി നേരം ഒന്ന് കിടക്കുക. അപ്പൊ ഇത്തിരി നേരം ഒന്ന് കിടക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഹാവ് എ ലൈ ഡൗൺ. ഇവിടെയും എ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഹാവ് എ ലൈ ഡൗൺ ഇഫ് യു ആർ ഫീലിംഗ് ടയേർഡ്. ഹാവ് എ ലൈ ഡൗൺ ഇഫ് യു ആർ ഫീലിംഗ് ടയേർഡ്. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഹാവ് എ ലൈ ഡൗൺ എന്ന് പറയുമ്പോൾ ഇത്തിരി നേരം കിടക്ക്, അതൊരു നിർദ്ദേശമോ ഉപദേശമോ ആണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇംപറേറ്റീവ് സെന്റൻസസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സബ്ജക്റ്റ് അവിടെ വരുന്നുമില്ല. ഹാവ് എ ലൈ ഡൗൺ ഇഫ് യു ആർ ഫീലിംഗ് ടയേർഡ്. ക്ഷീണം തോന്നുന്നുവെങ്കിൽ ഇത്തിരി നേരം കിടന്നോളൂ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് എന്ന് പറഞ്ഞാൽ മതി. നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. ലെറ്റ് മീ ഹാവ് എ തിങ്ക്. ഇവിടെ എല്ലാം ഹാവ് മെയിൻ വെർബ് ആണ്. ഹാവിന് ശേഷം അതിന്റെ ഒബ്ജക്റ്റ് ആയി വരുന്ന എക്സ്പ്രഷൻസ് ആണ് റെസ്റ്റ്, ലൈ ഡൗൺ, ഷവർ, തിങ്ക് എല്ലാം. ഞാനൊന്ന് ആലോചിച്ച് തീരുമാനിച്ചത് നിന്നെ അറിയിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഐ വിൽ ഹാവ് എ തിങ്ക്. ഞാൻ നിന്നെ അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ. ഞാൻ തീരുമാനിച്ചത്. വാട്ട് ഐ ഡിസൈഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോസസ്. ഐ വിൽ ഹാവ് എ തിങ്ക്, ഐ വിൽ ലെറ്റ് യു നോ, വാട്ട് ഐ ഡിസൈഡ്. നമുക്ക് രണ്ട് ക്ലോസിലും ഫ്യൂച്ചർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചർ ഒരു ക്ലോസിലേ ഉപയോഗിക്കണ്ടു, മെയിൻ ക്ലോസിലേ ഉപയോഗിക്കണ്ടു. അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് പറയാം. I will have a think and let you know what I decide. I will have a think and let you know what I decide. രണ്ടാമത്തെ ക്ലോസിൽ I will let you know എന്ന് പറയേണ്ട കാര്യമില്ല. ആ ആദ്യത്തെ ക്ലോസിൽ ഉപയോഗിച്ച I will അത് രണ്ടാമത്തെ ക്ലോസിനും അപ്ലിക്കബിൾ ആണ്. നമ്മൾ രണ്ട് ക്ലോസസിനെ and ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിലും വരുന്ന വെർബ്സ് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ക്ലോസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. I will have a think and I will let you know എന്ന് പറയുന്നതിന് പകരമാണ് I will have a think and let you know എന്ന് മാത്രം പറയുന്നത്. എനിക്ക് ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കണം. I would like to have a rest. Have a rest. അവിടെയും നമ്മൾ ഹാവിന് ശേഷം എ ഉപയോഗിക്കുന്നുണ്ട്. ഹാവ് റെസ്റ്റ് എന്നല്ല നോർമലി പറയുന്നത്, ഹാവ് എ റെസ്റ്റ് എന്നാണ്. I would like to have a rest. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും പറയാം. I would like to rest for a while. എനിക്ക് ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കണം. I would like to rest for a while. രണ്ടാമത്തെ സെന്റൻസിൽ റെസ്റ്റ് അത് വെർബാണ്. ടു റെസ്റ്റ് എന്ന ടു ഇൻഫിനിറ്റീവാണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ സെന്റൻസിൽ റെസ്റ്റ് അത് നൗൺ ആണ്. വിശ്രമം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നൗൺ ആണ്. അതിന്റെ കൂടെ നമ്മൾ എ എന്ന ആർട്ടിക്കിളും യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ ഇത്തിരി നേരം. എനിക്ക് ഇന്ന് ഒരു ദിവസം അവധി വേണം. ഒരു ദിവസം അവധി എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ആണ് ഹാവ് എ ഡേ ഓഫ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഡേ ഓഫ് ടുഡേ. I would like to have a day off today. Day offലെ ഓഫിന് 2 എഫ് ഉണ്ട്. I would like to have a day off today. എനിക്ക് ഇന്ന് അവധി വേണം, ഇന്ന് ലീവ് വേണം. അവന്റെ വീട് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇത് ഹാവ് ഉപയോഗിക്കുന്ന മറ്റൊരു കോമൺ എക്സ്പ്രഷനാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും വിഷമം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറയാൻ നമുക്ക് ഹാവ് ഡിഫിക്കൽട്ടി, ഹാവ് ട്രബിൾ ഈ 2 എക്സ്പ്രഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. രണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിനുശേഷം വരുന്നത് എപ്പോഴും ING ഫോം ആണ്. ഡിഫിക്കൾട്ട് എന്ന അജക്റ്റീവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണ്. പക്ഷെ ഡിഫിക്കൽട്ടി എന്ന നൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോം ആണ്. അവന്റെ വീട് കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. I had no difficulty finding his house. ടു ഫൈൻഡ് അല്ല, ഫൈൻഡിങ് ആണ്. I had no difficulty finding his house. ഇവിടെ നമ്മൾ നോട്ട് അല്ല ഉപയോഗിച്ചത്. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. I had no difficulty finding his house. ഹാഡിന് ശേഷം നോ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കിയത്. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായത് കാരണം നമുക്കിതിനെ ഡിഡിന്റ് ഉപയോഗിച്ചും നെഗറ്റീവ് ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുക. I didn't have any difficulty finding his house. I didn't have any difficulty. Had no difficulty തന്നെയാണ് didn't have any difficulty. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കണം.
ഹാഡിന് ശേഷം നോട്ട് അല്ല ഉപയോഗിക്കുന്നത്, നോ ആണ്. ഈ സെന്റൻസിൽ ഹാഡ് ഓക്സിലറി അല്ല, മെയിൻ വെർബ് ആണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നോട്ട് ഉപയോഗിച്ച് നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മളോട് ഉപയോഗിക്കുന്നത് നോ ആണ്. ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായത് കാരണം നെഗറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് ഡിഡ് ഉപയോഗിക്കണം, ഹാഡിൻ്റെ ഉപയോഗിച്ചാൽ പോരാ. ഞാൻ എൻ്റെ ബോസിനോട് ഇന്ന് രാവിലെ സംസാരിച്ചു. ഐ സ്പോക്ക് ടു മൈ ബോസ് അത്രയേ പറയണ്ടോ. അല്ലെങ്കിൽ ഐ ടോക്ക് ടു മൈ ബോസ്. ഇത് തന്നെ നമുക്ക് ഹാവ് ഉപയോഗിച്ചും പറയാം. ഐ ഹാഡ് എ വേർഡ് വിത്ത് മൈ ബോസ് എന്ന് പറയാം. ഐ ഹാഡ് എ ടോക്ക് വിത്ത് മൈ ബോസ് എന്നും പറയാം. ഇതെല്ലാം ഒരേ കാര്യം പറയാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ സ്പീച്ച് ആയാലും റൈറ്റിംഗ് ആയാലും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഒന്ന് നടക്കാൻ പോവാം. നടക്കാൻ പോകുന്നതിന് നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ പറയുന്ന എക്സ്പ്രഷൻ ഗോ ഫോർ എ വാക്ക് ആണ്. കോമൺ ആയ ഒരുപാട് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കും. ഗോ ഫോർ എ സ്വിം, ഗോ ഫോർ എ ഡ്രൈവ്, ഗോ ഫോർ എ വാക്ക്. നമുക്കിത് ഹാവ് ഉപയോഗിച്ചും പറയാം. നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. ലെറ്റ്സ് ഹാവ് എ വാക്ക്. ഹാവ് എ വാക്ക്, ഹാവ് എ റൈഡ്, ഹാവ് എ സ്വിം ഇതെല്ലാം കോമൺ ആയി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. എനിക്ക് ഇന്നലെ രാത്രി പനിയുണ്ടായിരുന്നു. ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഹാവും ഉപയോഗിക്കാം, ഹാവ് ഗോട്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹാഡ് ആണ്. ഹാഡ് ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാഡിന് ശേഷം ഗോട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇംഗ്ലീഷിലില്ല. ഇന്നലെ രാത്രി പനി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഐ ഹാഡ് ഗോട്ട് എന്ന് പറയരുത്. ഹാഡിന് ശേഷം ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി എനിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഹാഡിനെ എടുത്ത് സബ്ജക്റ്റായ ഐക്ക് മുന്നിൽ വെച്ചാൽ മതിയോ? ഈ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവുമായിരുന്നു. പക്ഷെ ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്. ഹാഡ് മാത്രമാണ് ഒരേ ഒരു വെർബ്. ഇങ്ങനെ ഹാഡ് മാത്രമാണ് ഒരു സെന്റൻസിലെ ഒരേ ഒരു വെർബെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡിന് ശേഷം മറ്റൊരു വെർബിന്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോഴാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിലാവുന്നത്. ഹാവിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഹാവ് മാത്രമാണ് ആ സെന്റൻസിലെ ഒരേ ഒരു വെർബെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലല്ല. ഇവിടെ ഹാഡിന് ശേഷം ഗോട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമുക്ക് ഡിഡ് ഉപയോഗിക്കണം. ഹാഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ പോരാ. ഇന്നലെ രാത്രി നിനക്ക് പനി ഉണ്ടായിരുന്നോ? ഹാഡ് യു എ ഫീവർ അല്ല, ഡിഡ് യു ഹാവ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് യു ഹാവ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി നിനക്ക് പനി ഉണ്ടായിരുന്നോ? ഹാഡ് യു ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ തുടങ്ങരുത്. ഹാഡ് യു ഉപയോഗിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ തുടങ്ങാൻ സാധിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോഴാണ്. ഡിഡ് യു ഹാവ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഡിഡ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് തലവേദനയുണ്ട്. ഐ ഹാവ് എ ഹെഡേക്ക് എന്നോ ഐ ഹാവ് ഗോട്ട് എ ഹെഡേക്ക് എന്നോ പറയാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു യു ഹാവ് ഉപയോഗിച്ച് ഈ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഉപയോഗിച്ച് ഈ ചോദ്യം ചോദിക്കാം. ഡു യു ഹാവ് എ ഹെഡേക്ക് അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ ഹെഡേക്ക്. രണ്ട് രീതിയിലും നമുക്കിത് ചോദിക്കാവുന്നതാണ്. നിനക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? ഇന്ന് ഉണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് ഡു ഉപയോഗിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ച് ചോദിക്കാം. ഡു യു ഹാവ് എ മീറ്റിംഗ് ടുഡേ അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എ മീറ്റിംഗ് ടുഡേ. നിനക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? നിനക്ക് ഇടയ്ക്കിടെ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ടോ? ഇടയ്ക്കിടെ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ടോ? ഇത് റിപ്പീറ്റേറ്റീവ് ആയ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ നമുക്ക് ഡു തന്നെ ഉപയോഗിക്കണം. ഡു യു ഓഫൺ ഹാവ് മീറ്റിംഗ്സ്. നിനക്ക് ഇടയ്ക്കിടെ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ടോ? ഡു യു ഓഫൺ ഹാവ് മീറ്റിംഗ്സ്. ഓഫൺ ഒരു ഫ്രീക്വൻസി അഡ്വർബ് ആണ്. ഇങ്ങനെ ഫ്രീക്വൻസി അഡ്വർബ് വരുന്ന സെന്റൻസസിലാണ് നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തത്. ഇങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഡു തന്നെ വേണം ഉപയോഗിക്കാൻ. ഡു യു ഓഫൺ ഹാവ് മീറ്റിംഗ്സ്. ഇന്നലെ വിചിത്രമായ ഒരു കാര്യം എനിക്ക് സംഭവിച്ചു. ഇത് ഹാവ് ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രക്ചർ ആണ്. നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഹാവ് ഉപയോഗിക്കാം. അതിനുശേഷം ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ശ്രദ്ധിക്കാം. ഇന്നലെ വിചിത്രമായ ഒരു കാര്യം എനിക്ക് സംഭവിച്ചു. ഇത് ഏറ്റവും ഈസിയായി നമുക്ക് എങ്ങനെ പറയാം? വിചിത്രമായ കാര്യം എ സ്ട്രേഞ്ച് തിങ്. എനിക്ക് സംഭവിച്ചു, ഹാപ്പൻ ടു മീ. ഇന്നലെ, യെസ്റ്റർഡേ. ഇതാണ് ഇത് പറയാനുള്ള ഏറ്റവും ഡയറക്റ്റ് ആയ രീതി. ഇതേ കാര്യം തന്നെ നമുക്ക് ഇന്നലെ എനിക്ക് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി എന്ന രീതിയിലും പറയാം. ഐ ഹാഡ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് യെസ്റ്റർഡേ. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ്. എനിക്ക് സംഭവിച്ചു, ഐ ഹാഡ്, പിന്നെ എന്താണോ സംഭവിച്ചത് അത്, ഒരു വിചിത്രമായ കാര്യം, എ സ്ട്രേഞ്ച് തിങ്. അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഐ ഹാഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ടു മീ യെസ്റ്റർഡേ.
ഐ ഹാഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ടു മീ യെസ്റ്റർഡേ. ഇവിടെ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ് എന്ന വെർബ്, അതിനുശേഷം നൗൺ. ഹാഡിന്റെ ഒബ്ജക്റ്റായി എന്താണോ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണോ ഉണ്ടായത് അതിനെ സൂചിപ്പിക്കുന്ന ഒരു നൗൺ. അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്, അത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടു ഹാപ്പൻ എന്ന് പറയരുത്, ഹാപ്പൻ. അതിന്റെ വി ടൂവും ഉപയോഗിക്കരുത്. ഐ ഹാഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ടു മീ യെസ്റ്റർഡേ. ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവിന് പകരം ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും. അത് കണ്ടിന്യൂസ് ആയ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് മാത്രം. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഐ ഹാഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ ടു മീ യെസ്റ്റർഡേ. സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഹാഡ് പ്ലസ് നൗൺ പ്ലസ് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു യാചകൻ വന്നു. എ ബെഗർ കെയിം ടു അവർ ഡോർ യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വാതിൽക്കലേക്ക് ഒരു യാചകൻ വന്നു. എ ബെഗർ കെയിം ടു അവർ ഡോർ യെസ്റ്റർഡേ. ഇതും നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാം. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു യാചകൻ വരികയുണ്ടായി എന്ന രീതിയിൽ പറയാം. വി ഹാഡ്, പിന്നെ നൗൺ എ ബെഗർ, അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് കം. അവർ ഡോർ യെസ്റ്റർഡേ. വി ഹാഡ് എ ബെഗർ കം ടു ദ ഡോർ യെസ്റ്റർഡേ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നത് എ ബെഗർ കെയിം ടു അവർ ഡോർ എന്ന് തന്നെയാണ്. ഈ സ്ട്രക്ചറും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മളൊരു സ്റ്റോറി വായിക്കുമ്പോഴോ മറ്റോ ഇതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഒരുപക്ഷെ നമ്മൾ കാണും. അപ്പൊ നമുക്കത് മനസ്സിലാവണ്ടേ. വി ഹാഡ് എ ബെഗർ കം ടു ദ ഡോർ യെസ്റ്റർഡേ. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. യാത്രയിലുടനീളം അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയ അനുഭവമാണ്. അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. അയാളാണ് ചെയ്യുന്നത്. ഹി ഹാഡ്, ഞങ്ങളെയാണ് ചിരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊനൗൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് അസ്. ഒബ്ജക്റ്റ് ആണ് ഇവിടെ ആ പ്രൊനൗൺ. അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഒബ്ജക്റ്റ് ഫോമിലായിരിക്കണം. ഹി ഹാഡ് വി എന്നല്ല പറയുന്നത്, ഹി ഹാഡ് അസ് എന്നാണ്. ഹി ഹാഡ് അസ് ലോഫിംഗ് ത്രൂ ദ ജേണി. യാത്രയിലുടനീളം അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. ഹി ഹാഡ് അസ് ലോഫിംഗ് ത്രൂ ദ ജേണി. യാത്രയിലുടനീളം എന്ന് പറയുമ്പോൾ ത്രൂ ദ ജേണി. ഇവിടെ ലോഫ് എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല, നമ്മൾ ലോഫിംഗ് എന്ന ING ഫോമാണ് യൂസ് ചെയ്തത്. കാരണം നമ്മൾ സംസാരിക്കുന്നത് കണ്ടിന്യൂസ് ആയ ഒരു അനുഭവത്തിനെ കുറിച്ചാണ്. ഹി ഹാഡ് അസ് ലോഫിംഗ് ത്രൂ ദ ജേണി. സീലിംഗിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. വി ഫൗണ്ട്. എന്താ കണ്ടുപിടിച്ചത്? സീലിംഗിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. വാട്ടർ വാസ് ഡ്രിപ്പിംഗ് ത്രൂ ദ സീലിംഗ്. നമുക്കിത് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. വി ഫൗണ്ട് ദാറ്റ് വാട്ടർ വാസ് ഡ്രിപ്പിംഗ് ത്രൂ ദ സീലിംഗ്. ഇത് തന്നെ നമുക്ക് നേരത്തെ ഉപയോഗിച്ച സ്ട്രക്ചർ ഉപയോഗിച്ചും പറയാം. വി ഫൗണ്ട് ദാറ്റ് വി ഹാഡ് വാട്ടർ ഡ്രിപ്പിംഗ് ത്രൂ ദ സീലിംഗ്. വി ഹാഡ് വാട്ടർ ഡ്രിപ്പിംഗ്. ഇവിടെയും വെള്ളം കിനിഞ്ഞിറങ്ങുക എന്നത് ഒരു കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ING ഫോം ഉപയോഗിച്ചത്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഫൗണ്ട് ദാറ്റ് വി ഹാഡ് വാട്ടർ ഡ്രിപ്പിംഗ് ത്രൂ ദ സീലിംഗ്. അവർ എന്നെ കൊണ്ട് ഒരു ഫോം പൂരിപ്പിച്ചു. ദേ മേഡ് മീ ഫിൽ ഔട്ട് എ ഫോം എന്ന് പറയാം, അല്ലെങ്കിൽ ദേ ഹാഡ് മീ ഫിൽ ഔട്ട് എ ഫോം. ഇവിടെ മീക്ക് ശേഷം ഉപയോഗിച്ചിട്ടുള്ളതും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ദേ ഹാഡ് മീ ഫിൽ ഔട്ട് എ ഫോം. നേരത്തെ 2-3 എക്സാമ്പിൾസിൽ നമ്മൾ നോക്കിയത് ഹാവ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയാം, നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാമെന്നാണ്. ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഹാവ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയാൻ മാത്രമല്ല, നമ്മളൊരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെ കുറിച്ച് പറയാനും നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാവിന് ശേഷം ഉപയോഗിക്കുന്നത് ING ഫോമോ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവോ അല്ല, അതിന് പകരം പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ആണ് ഈ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുക. ആ കാർപ്പറ്റ്സ് എല്ലാം അഴുക്കുള്ളതാണ്. ദോസ് കാർപ്പറ്റ്സ് ആർ ഡേർട്ടി. നീ അതെല്ലാം വൃത്തിയാക്കിക്കണം. നീ വൃത്തിയാക്കണം എന്നല്ല പറയുന്നത്, വൃത്തിയാക്കിക്കണം എന്നാണ്. അതായത് മറ്റാരെ കൊണ്ടോ അത് ചെയ്യിക്കണം. നീ വൃത്തിയാക്കണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യു ഷുഡ് ക്ലീൻ ദം, അല്ലെ? നീ അത് വൃത്തിയാക്കണം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് അതല്ല, നീ വൃത്തിയാക്കിക്കണം എന്നാണ്. മറ്റാരെ കൊണ്ടോ അത് ചെയ്യിക്കണം. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹാവിന്റെ കോസറ്റീവ് ഫോമാണ്. അപ്പൊ ആ ഫോമില് ഹാവിന് ശേഷം ഏതാണോ ആ ഒബ്ജക്റ്റ് അത് വരും. പിന്നെ അതിനുശേഷം വരുന്നത് V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. യു ഷുഡ് ഹാവ് ദോസ് കാർപ്പറ്റ്സ് ക്ലീൻഡ്, അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് ദോസ് കാർപ്പറ്റ്സ് ക്ലീൻഡ്. യു മസ്റ്റ് എന്ന് പറയുമ്പോൾ ഷുഡിനേക്കാൾ കുറച്ചുകൂടി നിർബന്ധം അവിടെ ഉണ്ട്. വൃത്തിയാക്കിയേ തീരൂ എന്നൊരർത്ഥമാണ് മസ്റ്റ് വരുമ്പോൾ കിട്ടുന്നത്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു നിർബന്ധം അവിടെ ഇല്ല. ഇവിടെ ഞാൻ ഈ എക്സാമ്പിളിൽ ദം എന്ന് ഉപയോഗിച്ചത് കാർപ്പറ്റ്സ് എന്ന നൗണിന് പകരമായിട്ടാണ്. ദോസ് കാർപ്പറ്റ്സ് ആർ ഡേർട്ടി, യു ഷുഡ് ഹാവ് ദം ക്ലീൻഡ്, അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് ദം ക്ലീൻഡ്. ഇവിടെ ഹാവിന് ശേഷം ഒബ്ജക്റ്റ് കാർപ്പറ്റ്സ്,
ഇവിടെ കാർപ്പറ്റ്സിന് പകരം നമ്മൾ ആ പ്രൊനൗൺ ഉപയോഗിച്ചു. പിന്നെ അതിനുശേഷം ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വൃത്തിയാക്കുക എന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയാനാണ് നമ്മൾ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഹാവിന് പകരം ഗെറ്റ് ഉപയോഗിക്കാം. യു മസ്റ്റ് ഗെറ്റ് ദം ക്ലീൻഡ് എന്നും പറയാം. അത് ഗെറ്റിന്റെ കോസറ്റീവ് യൂസ്. എന്റെ വാച്ച് പതുക്കെയായിരിക്കുന്നു. എന്റെ വാച്ച് സ്ലോ ആണെന്ന് പറയില്ലേ? അത് ഇംഗ്ലീഷിൽ നമ്മൾ പൊതുവെ അങ്ങനെ പറയുന്നത് മൈ വാച്ച് ഈസ് ലൂസിങ് ടൈം എന്നാണ്. അതിനർത്ഥം എൻ്റെ വാച്ച് പിന്നിലാണ്. അപ്പോൾ മുന്നിലാണെങ്കിൽ മൈ വാച്ച് ഈസ് ഗെയിനിങ് ടൈം എന്ന് പറയും. എൻ്റെ വാച്ച് ഫാസ്റ്റ് ആണ്. ഞാനത് നേരെയാക്കിക്കണം. ഞാൻ നേരെയാക്കുന്ന കാര്യമല്ല പറയുന്നത്, മറ്റാരെ കൊണ്ടോ അത് റിപ്പയർ ചെയ്യിക്കണ കാര്യമാണ് പറയുന്നത്. ഐ മസ്റ്റ് ഹാവ് ഇറ്റ് റിപ്പയർഡ്, അല്ലെങ്കിൽ റിപ്പയർഡ് എന്നതിന് പകരം നമുക്ക് ഫിക്സ്ഡ് എന്ന് പറയാം. ഐ മസ്റ്റ് ഹാവ് മൈ വാച്ച് റിപ്പയർഡ്. ഞാൻ എൻ്റെ വാച്ച് നേരെയാക്കിക്കണം. മൈ വാച്ച് എന്ന നൗണിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഇറ്റ്. ഐ മസ്റ്റ് ഹാവ് ഇറ്റ് റിപ്പയർഡ്. ആ ഒബ്ജക്റ്റിന് ശേഷം, ഇറ്റ് എന്ന ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. റിപ്പയർ എന്ന വെർബിന്റെ V3 ആയ റിപ്പയർഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ സ്ട്രക്ചറിൽ, അതായത് ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് V1 ING ഫോമോ അല്ല, V3 ആണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിരുന്നു. കണ്ടിന്യൂസ് ആയ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ING ഫോം ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ കർട്ടൻസ് നീ തന്നെ ഉണ്ടാക്കിയതാണോ, അതോ നീ അത് ആരെ കൊണ്ടെങ്കിലും ഉണ്ടാക്കിച്ചതാണോ? ഈ കർട്ടൻസ് നീ ഉണ്ടാക്കിയതാണോ? അതെങ്ങനെ ചോദിക്കും? ഞാനാണ് ഈ കർട്ടൻസ് ഉണ്ടാക്കിയത് എന്ന് എങ്ങനെ പറയും? ഐ മെയ്ഡ് ദീസ് കർട്ടൻസ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലേ? അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണ്ടത്. നീയാണോ ഉണ്ടാക്കിയത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. ഡിഡ് യു മേക്ക് ദീസ് കർട്ടൻസ് യുവർ സെൽഫ്? നീ തന്നെ എന്നതിനാണ് യുവർ സെൽഫ് എന്ന ഒരു എംഫാറ്റിക് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. ഡിഡ് യു മേക്ക് ദീസ് കർട്ടൻസ് യുവർ സെൽഫ്? നീ തന്നെയാണോ ഈ കർട്ടൻസ് ഉണ്ടാക്കിയത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അത് ഞാൻ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ യെസ്, ഐ മെയ്ഡ് ദം മൈസെൽഫ്. ഐ മെയ്ഡ് ദം മൈസെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്, ഞാൻ സ്വയമാണ് ഉണ്ടാക്കിയത്. ആ മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ യുവർ സെൽഫ്, മൈസെൽഫ് പോലുള്ള എംഫാറ്റിക് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. ഇതേ പ്രൊനൗൺസ് തന്നെയാണ് നമ്മൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരേ ആളായി വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പറയുക എംഫാറ്റിക് പ്രൊനൗൺ എന്നല്ല, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്നാണ്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ഒരു വഴി, എംഫാറ്റിക് പ്രൊനൗൺസിനെ നമുക്ക് ആ സെന്റൻസിൽ നിന്ന് മാറ്റാം. അവിടെ മീനിങ്ങിനൊന്നും ഒരു കുറവും വരില്ല, ഗ്രാമർ ഇഷ്യൂസും ഉണ്ടാവില്ല. യെസ്, ഐ മെയ്ഡ് ദം എന്ന് പറഞ്ഞാൽ മീനിങ് കംപ്ലീറ്റ് ആണ്. മൈസെൽഫ് എന്നത് ഞാൻ തന്നെ എന്നൊരു മീനിങ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. ആ മൈസെൽഫ് അവിടെ ഇല്ലെന്ന് കരുതി ആ സെന്റൻസിന് ഒരു കുറവും വരില്ല. പക്ഷെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് അങ്ങനെയല്ല, അവയെ നമുക്ക് സെന്റൻസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഈ കർട്ടൻസ് നീ ആരെ കൊണ്ടെങ്കിലും ഉണ്ടാക്കിച്ചതാണോ? നീ ഉണ്ടാക്കിയതാണോ എന്നല്ല, നീ ഉണ്ടാക്കിച്ചതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെ ചോദിക്കും? ഇത് ഞാൻ ഉണ്ടാക്കിച്ചതാണോ എന്നെങ്ങനെ പറയാം? ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞത് ഐ മെയ്ഡ് ദീസ് കർട്ടൻസ് മൈസെൽഫ് എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കിച്ചതാണ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് വേണ്ടത്. അപ്പൊ ഹാവ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഹാഡ് ആണ്. ഐ ഹാഡ് ദീസ് കർട്ടൻസ് മെയ്ഡ് അല്ലെ? ഐ ഹാഡ് ദീസ് കർട്ടൻസ് മെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കർട്ടൻസ് മറ്റാരെ കൊണ്ടോ ഉണ്ടാക്കിച്ചതാണ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഡിഡ് യു ഹാവ് ദീസ് കർട്ടൻസ് മെയ്ഡ്? ഡിഡ് യു മേക്ക് ദീസ് കർട്ടൻസ് അല്ല, ഡിഡ് യു ഹാവ് ദീസ് കർട്ടൻസ് മെയ്ഡ്? ഡിഡ് യു ഹാവ് ദീസ് കർട്ടൻസ് മെയ്ഡ്? നീ ഇത് ഉണ്ടാക്കിച്ചതാണോ? അതെ, ഞാൻ ഉണ്ടാക്കിച്ചതാണോ എന്ന് പറയുമ്പോൾ യെസ്, ഐ ഹാഡ് ദം മെയ്ഡ്. ഐ ഹാഡ് ദം മെയ്ഡ് എന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഡ് യു ഹാവ് ദീസ് കർട്ടൻസ് മെയ്ഡ് എന്നത്. ഐ ഹാഡ് ദം മെയ്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കണം. ആ ഹാഡ് ഉപയോഗിച്ചാൽ പോരാ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനേ നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ സാധിക്കൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് തന്നെ ഉപയോഗിക്കണം. റൂം നീ തന്നെ വൃത്തിയാക്കിയോ? ഡിഡ് യു ക്ലീൻ ദ റൂം യുവർ സെൽഫ്? നീ തന്നെയാണോ വൃത്തിയാക്കിയത്, അതോ നീ അത് വൃത്തിയാക്കിച്ചോ, മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുകയാണോ ചെയ്തത്? or did you have it cleaned? Did you clean the room yourself or did you have it cleaned? ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കണം, ഇതിലൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിഡ് യു ഹാവ് ഇറ്റ് ക്ലീൻഡ് എന്ന് ചോദിക്കുമ്പോൾ നീ അത് വൃത്തിയാക്കിച്ചോ എന്നാണ്. ഡിഡ് യു ക്ലീൻ ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ നീ സ്വയം അത് വൃത്തിയാക്കിയോ എന്നാണ്. ഞാൻ തന്നെയാണ് അത് വൃത്തിയാക്കിയത്. യെസ്, ഐ ക്ലീൻഡ് ഇറ്റ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് അത് വൃത്തിയാക്കിയത്. ഇനി ഞാനത് വൃത്തിയാക്കിച്ചതാണ് എന്ന് പറയണമെങ്കിലോ യെസ്, ഐ ഹാഡ് ഇറ്റ് ക്ലീൻഡ്. അപ്പോൾ അത് അങ്ങനെയാ പറയാം, ഐ ഹാഡ് ഇറ്റ് ക്ലീൻഡ്. ഞാനത് വൃത്തിയാക്കിച്ചു. ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്. ഇവിടെ ഇറ്റ് എന്ന പ്രൊനൗൺ റൂം എന്ന നൗണിന് പകരമാണ് നിൽക്കുന്നത്. ഐ ഹാഡ് ദ റൂം ക്ലീൻഡ് അല്ലെങ്കിൽ ഐ ഹാഡ് ഇറ്റ് ക്ലീൻഡ്. യാത്ര ചെയ്യുന്നതിനിടയിൽ എൻ്റെ ഫോൺ മോഷ്ടിക്കപ്പെട്ടു. നമ്മൾ
ഒരാളെ കൊണ്ട് അറേഞ്ച് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് സംഭവിക്കുന്ന നെഗറ്റീവായ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമുക്ക് ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഫോൺ മോഷ്ടിക്കാൻ നമ്മൾ ആരെയും അറേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷെ അത് സംഭവിച്ചു പോയൊരു കാര്യമാണ്, നെഗറ്റീവായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിനെക്കുറിച്ച് പറയാനും ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. യാത്ര ചെയ്യുന്നതിനിടയിൽ എൻ്റെ ഫോൺ മോഷ്ടിക്കപ്പെട്ടു. എനിക്ക് എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു. I had my phone stolen while I was traveling. I had my phone stolen while I was traveling. ഹാഡിന് പകരം ഗോട്ട് ഉപയോഗിക്കാം. I got my phone stolen എന്ന് പറയാം. ഇത് നമ്മൾ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുന്നതല്ല, സംഭവിച്ചു പോയ ഒരു നെഗറ്റീവ് കാര്യമാണ്. വീക്കെൻഡിൽ ഞങ്ങൾ വീട് പെയിന്റ് ചെയ്യിക്കുന്നുണ്ട്. നേരത്തെ തന്നെ എടുത്ത തീരുമാനമാണ്, സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഫ്യൂച്ചർ ഇവന്റ് ആണ്, പക്ഷെ തീരുമാനം ഓൾറെഡി ഉണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മളാണ് പെയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ? വി ആർ പെയിന്റിംഗ് ദ ഹൗസ് ഓൺ ദ വീക്കെൻഡ് എന്ന് പറയും. ഓൺ ദ വീക്കെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ദ വീക്കെൻഡ് എന്ന് പറയാം. വി ആർ പെയിന്റിംഗ് ദ ഹൗസ് ഓൺ ദ വീക്കെൻഡ്, അതിനർത്ഥം നമ്മളെ വീട് പെയിന്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മളത് ചെയ്യിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ്. വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ്. പ്രസന്റ് കണ്ടിന്യൂസിൽ തന്നെയാണ് ഈ സെന്റൻസും. ഇവിടെ നമ്മൾ ഹാവിന്റെ ING ഫോമാണ് യൂസ് ചെയ്തത്, കാരണം പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഹാവ് മെയിൻ വെർബായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അതിന്റെ ING ഫോം ഉപയോഗിക്കില്ല. ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്നാണ് പറയുക. ഐ എം ഹാവിങ് എ ഹെഡ് ഏക്ക് എന്ന് പറയരുത്, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ആ സെന്റൻസിൽ ഹാവ് മെയിൻ വെർബാണ്, ഉണ്ട് എന്നാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന്റെ ING ഫോം യൂസ് ചെയ്യില്ല. പക്ഷെ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലെല്ലാം നമുക്ക് ഹാവിന്റെ ING ഫോം ഉപയോഗിക്കാൻ സാധിക്കും. വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ് ഓൺ ദ വീക്കെൻഡ്. ഹാവിന് ശേഷം, അതായത് ഹാവിന്റെ ING ഫോമിന് ശേഷം ഒബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ എൻ്റെ കാർ നേരെയാക്കിക്കണം, ഞാനത് റിപ്പയർ ചെയ്യിക്കണം. ഐ മസ്റ്റ് ഹാവ് മൈ കാർ റിപ്പയർഡ്. അതേ സ്ട്രക്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരെയാക്കുന്ന കാര്യമല്ല പറയുന്നത്, നേരെയാക്കിക്കണം. ഐ മസ്റ്റ് ഹാവ് മൈ കാർ റിപ്പയർഡ്. റിപ്പയർഡ് എന്നതിന് പകരം നമുക്ക് ഫിക്സ്ഡ് എന്ന വെർബ് ഉപയോഗിക്കാം. അത് വളരെ ഇൻഫോർമൽ ആണ്. ഞാനൊരു മെക്കാനിക്കിനെ കൊണ്ട് എൻ്റെ കാർ നേരെയാക്കിക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊന്നും ആരാണ് നേരെയാക്കുന്നതെന്ന് പറയുന്നില്ല, ആരെ കൊണ്ടോ ചെയ്യിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഇനി ആരാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സ്ട്രക്ചറാണ്. ഐ മസ്റ്റ് ഹാവ് എ മെക്കാനിക് റിപ്പയർ മൈ കാർ. താഴെ എഴുതിയിട്ടുള്ള സെന്റൻസിന്റെയും അതിന് മുകളിൽ കൊടുത്ത സെന്റൻസിന്റെയും സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ സെന്റൻസിൽ ഹാവിന് ശേഷം ഒബ്ജക്റ്റ് പിന്നെ V3 ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഹാവിന് ശേഷം ആ ആക്ഷൻ അത് പെർഫോം ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിച്ചു. പിന്നെ അതിനുശേഷം അയാൾ ചെയ്യാൻ പോകുന്ന ആ ആക്ഷനെ സൂചിപ്പിക്കുന്ന വെർബ്, അതിന്റെ V1 ആണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഐ മസ്റ്റ് ഹാവ് എ മെക്കാനിക് റിപ്പയർ മൈ കാർ. അതിനുശേഷമാണ് ഒബ്ജക്റ്റായ കാർ വരുന്നത്. ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാം ഈ രണ്ട് സ്ട്രക്ചർ ഉപയോഗിക്കുന്ന സമയത്ത്. ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഐ മസ്റ്റ് ഹാവ് എ മെക്കാനിക് റിപ്പയർ മൈ കാർ. ഹാവിന് ശേഷം പ്രവൃത്തി ചെയ്യുന്ന ആള്, പിന്നെ അതിനുശേഷം അയാൾ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വെർബിന്റെ V1, പിന്നെ അതിനുശേഷം ഒബ്ജക്റ്റ്. ഐ മസ്റ്റ് ഹാവ് എ മെക്കാനിക് റിപ്പയർ മൈ കാർ. ഇതുപോലത്തെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ ഹാഡ് മൈ ഡൊമസ്റ്റിക് ഹെൽപ്പ് ക്ലീൻ ദ കിച്ചൺ. ഞാനല്ല ഇവിടെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത്, എൻ്റെ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന ആള്, അവരാണ് ചെയ്യുന്നത്. മൈ ഡൊമസ്റ്റിക് ഹെൽപ്പ്, അവരെ കൊണ്ട് ചെയ്യിച്ചു. ഐ ഹാഡ് മൈ ഡൊമസ്റ്റിക് ഹെൽപ്പ് ക്ലീൻ ദ കിച്ചൺ. ഇവിടെ ഹെൽപ്പ് എന്നത് വെർബല്ല, ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ വീട്ടിലെ സഹായത്തിന് നിൽക്കുന്ന വ്യക്തി. ഐ ഹാഡ് മൈ ഡൊമസ്റ്റിക് ഹെൽപ്പ് ക്ലീൻ ദ കിച്ചൺ. അതിനുശേഷം ആ ഡൊമസ്റ്റിക് ഹെൽപ്പ് എന്ന നൗണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീൻ എന്ന V1 ആണ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണത്. പിന്നെ അതിനുശേഷമാണ് എന്താണോ വൃത്തിയാക്കിയത് അതിനെ സൂചിപ്പിക്കുന്ന നൗൺ വരുന്നത്. ഐ ഹാഡ് മൈ മദർ അയൺ മൈ ക്ലോത്ത്സ്. എൻ്റെ ക്ലോത്ത്സ് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് അയൺ ചെയ്യിച്ചു, പ്രസ് ചെയ്യിച്ചു. ഐ ഹാഡ് മൈ മദർ അയൺ മൈ ക്ലോത്ത്സ്. ഐ ഹാഡ് മൈ ബ്രദർ സെൻഡ് ദ പാർസൽ. ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ട് ആ പാർസൽ അയപ്പിച്ചു, പാർസൽ സെൻഡ് ചെയ്യിച്ചു. ഇവിടെയെല്ലാം ഈ സ്ട്രക്ചേഴ്സിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് V1 ആണ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്, V3 അല്ല. ഇത് തന്നെ നമുക്ക് ഞാൻ പാർസൽ ആരെ കൊണ്ട് അയപ്പിച്ചു എന്ന് പറയാതെ പാർസൽ അയപ്പിച്ചു, സെൻഡ് ചെയ്യിച്ചു എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ പറയുക? ഐ ഹാഡ് ദ പാർസൽ സെൻഡ് എന്ന് പറയും. അവിടെ SENT ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, V3 ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ദ പാർസൽ സെൻഡ്, ഞാൻ പാർസൽ മറ്റാരെ കൊണ്ടോ സെൻഡ് ചെയ്യിച്ചു.
ഐ ഹാഡ് മൈ ക്ലോത്ത്സ് അയൺഡ്. മറ്റാരെ കൊണ്ടോ ഞാൻ എൻ്റെ ക്ലോത്ത്സ് അയൺ ചെയ്യിച്ചു, പ്രസ് ചെയ്യിച്ചു. ആരെ കൊണ്ടാണെന്ന് പറയുന്നില്ല. ഐ ഹാഡ് ദ കിച്ചൺ ക്ലീൻഡ്. ഞാൻ ആരെ കൊണ്ടോ കിച്ചൺ ക്ലീൻ ചെയ്യിച്ചു. അവിടെയും ആരാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ ആരാണ് ചെയ്തതെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. എനിക്ക് ഇപ്പോൾ പോവേണ്ടതുണ്ട്. ഹാവിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ടു ഉപയോഗിക്കാം. ഇതൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏകദേശം മസ്റ്റിന് സിമിലറായ മീനിങ് തന്നെയാണ്. എനിക്ക് ഇപ്പോൾ പോവേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ നൗ, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗോ നൗ. മസ്റ്റും ഹാവ് ടുവും തമ്മിൽ മീനിങ്ങിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടും സ്ട്രോങ് ആയ ഒബ്ലിഗേഷൻ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. എനിക്ക് വായിക്കാൻ കണ്ണട ധരിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ഒരു താല്പര്യമൊന്നുമല്ല. കണ്ണട വെച്ചാൽ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. ഐ ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. ഐ നീഡ് ഗ്ലാസസ് ഫോർ റീഡിങ് എന്ന് പറഞ്ഞാലും മതി. ഹാവ് ടു വെയർ എന്നതിന് പകരം നമുക്ക് ഐ നീഡ് എന്ന വെർബ് ഉപയോഗിക്കാം. എനിക്ക് വേണം. ഐ ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. എനിക്ക് നേരത്തെ പോവേണ്ടി വന്നു. പോവേണ്ടതുണ്ട്, പോവണം എന്നല്ല പറയുന്നത്, പോവേണ്ടി വന്നു എന്നാണ്. കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് ഹാവ് ടു അല്ല, ഹാഡ് ടു ആണ്. ഹാഡിന്റെ കൂടെ നമുക്ക് ഗോട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ ഹാഡ് ടു ലീവ് ഏർലി. എനിക്ക് നേരത്തെ പോവേണ്ടി വന്നു. ഐ ഹാഡ് ടു ലീവ് ഏർലി. നിനക്ക് എന്തുകൊണ്ടാണ് നേരത്തെ പോവേണ്ടി വന്നത്? ഇത് ചോദ്യമാണ്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നുപോയതാണ്. എന്തുകൊണ്ടാണ് നിനക്ക് പോവേണ്ടി വന്നത്? ക്വസ്റ്റ്യൻ ആണ്. ഐ ഹാഡ് ടു ലീവ് ഏർലി എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഹാഡ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഡിഡ് ഉപയോഗിക്കണം. വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി? നിനക്ക് എന്തുകൊണ്ടാണ് നേരത്തെ പോവേണ്ടി വന്നത്? വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി? ഞാൻ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്? വെൻ ഡു ഐ ഹാവ് ടു ബി ബാക്ക്, അല്ലെങ്കിൽ വെൻ ഹാവ് ഐ ഗോട്ട് ടു ബി ബാക്ക്. ഡു ഉപയോഗിച്ചും ഈ ചോദ്യം ചോദിക്കാം, ഹാവ് ഉപയോഗിച്ചും ഈ ചോദ്യം ചോദിക്കാം. ഡു ഉപയോഗിച്ചാണെങ്കിൽ പിന്നെ അതിനുശേഷം ഹാവ് ഉണ്ട്, ഹാവ് ഉപയോഗിച്ചാണെങ്കിൽ പിന്നെ അതിനുശേഷം ഗോട്ട് ഉണ്ട്. ടു ബി ബാക്ക് എന്ന് പറയുമ്പോൾ തിരിച്ചു വരിക. ഇതിന് പകരം നമുക്ക് വെൻ ഡു ഐ ഹാവ് ടു റിട്ടേൺ എന്ന് ചോദിക്കാം. ടു റിട്ടേൺ എന്ന് പറയുന്നതിന് പകരമാണ് ടു ബി ബാക്ക് എന്ന് പറയുന്നത്. എനിക്ക് 8 മണിക്ക് ജോലിക്ക് എത്തേണ്ടതുണ്ട്. ഇതൊരു ഒബ്ലിഗേഷൻ ആണ്, സ്ട്രോങ് ആയ ഒരു ഒബ്ലിഗേഷൻ ആണ്. ഐ ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 8. ഐ ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 8. ഇവിടെ ഗെറ്റ് ടു വർക്ക് എന്നതിന് പകരം നമുക്ക് റീച്ച് വർക്ക് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഗെറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. റീച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഒരു പ്രിപ്പോസിഷനും ഇല്ല. ഐ ഹാവ് ടു റീച്ച് വർക്ക് അറ്റ് 8, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 8. നമുക്ക് മസ്റ്റും ഉപയോഗിക്കാം. ഐ മസ്റ്റ് ഗെറ്റ് ടു വർക്ക് അറ്റ് 8. ഇന്നലെ എനിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ചെറിയ ആക്സിഡന്റ് എന്നതിന് നമുക്ക് മൈനർ ആക്സിഡന്റ് എന്ന് പറയാം. ഉണ്ടായി. ഐ ഹാഡ് എ മൈനർ ആക്സിഡന്റ് യെസ്റ്റർഡേ. നിനക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നോ? അതിന് മാത്രം സാരമായിരുന്നു പരിക്ക്. ഡിഡ് യു ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ? ഡിഡ് യു ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. ഇനി നമുക്ക് ഹാവ് ഉപയോഗിച്ച് പെർഫെക്റ്റ് ടെൻസസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. 1-2 എക്സാമ്പിൾസ് മാത്രമാണ് നോക്കുന്നത്. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മറ്റൊരു യൂസ് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത, ഇനി ഒരുപക്ഷെ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനും ഈ ടെൻസ് ഉപയോഗിക്കും. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നെവർ, എവർ, ഈ അഡ്വേർബ്സിന്റെ എല്ലാം കൂടെ നമ്മൾ മെയിൻലി ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ സീൻ. ആരെ? അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകൾ. ദ പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ. ഐ ഹാവ് നെവർ സീൻ, അല്ലെങ്കിൽ ഐ ഹാവ് നെവർ മെറ്റ് ദ പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ. അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പീപ്പിൾ ഹു ലീവ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകൾ. ഐ ഹാവ് നെവർ മെറ്റ്, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈ സെന്റൻസിൽ ഹാവ് ഓക്സിലറി വെർബാണ്. ഇവിടെ ഹാവിന് ശേഷം മറ്റൊരു വെർബിന്റെ V3 ആയ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് വരെ സംസാരിക്കുന്ന സമയം വരെ കണ്ടിന്യൂ ചെയ്ത ഒരു ആക്ഷനെ കുറിച്ചാണ്. സിറ്റുവേഷൻ അല്ല, സ്റ്റേറ്റ് അല്ല, ആക്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ നമ്മളിത് എങ്ങനെയാ പറയാ? ഞാൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോം ഹാവ് ബീൻ പ്ലസ് V3 ആണ്. സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ഹിയോ ഷീയോ മറ്റു സിംഗുലർ നൗൺസോ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. ഇനി
ഇന്നത്തെ ഹോംവർക്ക്. ഈ തന്ന എക്സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് പഠിച്ച ലെസണുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്ത അതേ ടോപ്പിക്സ് ഉപയോഗിക്കുന്ന സെന്റൻസസ് തന്നെയാണിത്. ഇതിൽ പലതും ഹാവിന്റെ കോസേറ്റീവ് യൂസ് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഹാവ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, മെയിൻലി ഹാവ് മെയിൻ വെർബായി ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഹാവിന്റെ ഒരുവിധം എല്ലാ യൂസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നവര്, ഇഷ്ടമാവുന്നവര് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.